Hello everyone. In this video, we are going to study linguistics. Calicut University's fourth semester BA Functional English core paper ആണ് Fundamentals of Linguistics. Third semester Applied Phonetics പഠിച്ചു, which is actually phonetics. What is phonetics? Phonetics is the scientific study of the speech sounds of a language. ഒരു ഭാഷയിലെ സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നതാണ് ആക്ച്വലി ഫെനറ്റിക്സ് എന്ന് പറയുന്നത്. ഹിയർ ഇറ്റ് ഈസ് ലിംഗ്വിസ്റ്റിക്സ് where you are going to study about the language itself. So, what is linguistics? Linguistics is the scientific study of language. ഭാഷയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനത്തെയാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ യു മൈറ്റ് ആസ്ക് മീ, യു ഹാവ് ബീൻ സ്റ്റഡിയിങ് ലാംഗ്വേജ് അല്ലെ, നമ്മൾ കുറേ നാളുകളായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഹൗ ലിംഗ്വിസ്റ്റിക്സ് ബിക്കംസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. ലിംഗ്വിസ്റ്റിക്സിൽ യു ആർ നോട്ട് സ്റ്റഡിയിങ് ഹൗ ടു യൂസ് എ ലാംഗ്വേജ്, ഓർ യു ആർ നോട്ട് ലേണിംഗ് ദ ആൽഫബറ്റ്സ് ഓർ ദ sentence structure or the creation of sentences and meanings in a language. Rather, you are studying about the language. നിങ്ങൾ ഭാഷയെക്കുറിച്ച് പഠിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഇവിടെ നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഡസ് നോട്ട് സ്റ്റിക്ക് ഓൺ ടു വൺ പെർട്ടിക്കുലർ ലാംഗ്വേജ്. ഭാഷ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. ഇറ്റ് ഡീൽസ് വിത്ത് ലാംഗ്വേജസ് ഇൻ ജനറൽ. ജനറലി ഹൗ ലാംഗ്വേജ് ഇസ് ബീങ് യൂസ്ഡ്, ഓർ what is language, how it has evolved, how it is currently being used in the society. ഇങ്ങനെയുള്ള അതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചോ ഒക്കെയുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. There is a difference between a person who knows many languages, who is otherwise known as a polyglot, and a linguist. So you know that നമുക്ക് എല്ലാവർക്കും പല ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരാണ്. അങ്ങനെ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ പോളിഗ്ലോട്ട് എന്ന് വിളിക്കുന്നത്. ബട്ട് ദർ ഈസ് എ ക്ലിയർ കട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ എ പോളിഗ്ലോട്ട് ആൻഡ് എ ലിംഗ്വിസ്റ്റ്. ദർ ഈസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ദാറ്റ് എ ലിംഗ്വിസ്റ്റ് മസ്റ്റ് നോ മെനി ലാംഗ്വേജസ്. ഒരു ലിംഗ്വിസ്റ്റ് ഒരു പോളിഗ്ലോട്ട് ആവണമെന്ന് നിർബന്ധമില്ല. കാരണം വി ആർ നോട്ട് സ്റ്റിക്കിംഗ് ഓൺ ടു എനി പെർട്ടിക്കുലർ ലാംഗ്വേജ് ഇൻ ലിംഗ്വിസ്റ്റിക്സ്. ലിംഗ്വിസ്റ്റും ഒരു പോളിഗ്ലോട്ടും, ഭാഷകൾ ഒത്തിരി അറിയാവുന്ന ഒരാളും ഭാഷയെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരാളും തമ്മിൽ എന്തുണ്ട്? വലിയ ഡിഫറൻസ് ഉണ്ട്. സോ യു മേ ആസ്ക് മീ, വാട്ട് ഡസ് എ ലിംഗ്വിസ്റ്റ് ഡു? ലിംഗ്വിസ്റ്റ് എന്താണ് അപ്പോൾ ചെയ്യുന്നത്? എ ലിംഗ്വിസ്റ്റ് സ്റ്റഡീസ് general principles of language organization and language behavior, often with reference to some actual language or languages. അപ്പോൾ ലിംഗ്വിസ്റ്റ് ലാംഗ്വേജസിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. Linguists are dealing with languages in general, how it has evolved in the human society, how it is being used by many number of human beings who live in the world, and what is the behavioral pattern of every languages or any particular language or languages in general actually. ഭാഷയുടെ രീതികൾ എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അങ്ങനെ പഠിക്കുന്ന സമയത്ത് യു മൈറ്റ് ഹാവ് ടു ഗിവ് എക്സാമ്പിൾസ്. അങ്ങനെ എക്സാമ്പിൾസ് കാണിക്കാനോ റെഫറൻസസിന് വേണ്ടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? യു വിൽ ടേക്ക് സം ആക്ച്വൽ ലാംഗ്വേജ് ഓർ ലാംഗ്വേജസ് സോ ദാറ്റ് യു ആർ ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ സെയിം. അല്ലാതെ ലിംഗ്വിസ്റ്റ് നെവർ സ്റ്റിക്ക് ഓൺ ടു ഓർ ഫോക്കസ് അപ്പോൺ എനി പർട്ടിക്കുലർ ലാംഗ്വേജ്. റാദർ they are speaking about languages in general. So remember, linguistics is the scientific study of language, and when we talk about language, it is not any particular language. Rather, linguists study about the general principles of organization of the language, how it is being organized, how the structure of the language is being created, how people are using it, and all those details. And there is a difference between a polyglot and a linguist who studies language scientifically.
So linguistics, we can say that it is learning about the language rather than learning a ലാംഗ്വേജ്. ഒരു ഭാഷ പഠിക്കുക എന്നുള്ളതിലപ്പുറം ഭാഷയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ലിംഗ്വിസ്റ്റിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ യു ക്യാൻ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ലേണിംഗ് ഹൗ എ കാർ വർക്ക്സ് ആൻഡ് ലേണിംഗ് ഹൗ ടു ഡ്രൈവ് എ കാർ. അല്ലേ, നമ്മളെല്ലാവരും കാറ് ഓടിക്കാൻ, വാഹനങ്ങൾ ഏതായാലും ഓടിക്കാൻ അറിയാവുന്നവരുണ്ട് അല്ലേ. But the person who knows how to drive a car might not be knowing how does the system of the car works. അല്ലേ, ഈ വെഹിക്കിളിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വാഹനം ഓടിക്കുന്ന ഒരാൾ ശരിക്കും ബോധേഡ് ആവണമെന്നില്ല. സോ അതിൻ്റെ മെക്കാനിസം പഠിക്കുന്ന ഒരാളും ഒരു വെഹിക്കിളിൻ്റെ മെക്കാനിസം പഠിക്കുന്ന ഒരാൾ, ഹൗ ഓൾ ദീസ് എൻജിൻ ആൻഡ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദിസ് വെഹിക്കിൾ ആക്ച്വലി വർക്ക് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് മൂവ്, അത് അറിയാവുന്ന ഒരാളും വാഹനം ഓടിക്കാൻ മാത്രം അറിയാവുന്ന ഒരാളും തമ്മിലുള്ള ഡിഫറൻസ്, യു നോ ദാറ്റ്. സോ ലിംഗ്വിസ്റ്റിക്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ലേണിംഗ് അബൌട്ട് ദ മെക്കാനിസം ഓഫ് ദ ലാംഗ്വേജ്. ഭാഷയുടെ ആ മെക്കാനിസത്തെക്കുറിച്ചാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോസസ്സിനെ കുറിച്ചാണ് വി ആർ സ്റ്റഡിയിങ്. So while learning how to drive a car, we learn a set of habits and do some practice which is similar to learning to speak a language. Once you are learning to drive a car, you are able to understand the different parts of the vehicle, the different ways in which it has to be controlled so that it moves quite well. അപ്പോൾ അവിടെ നമ്മളൊരു ഹാബിറ്റ് സിസ്റ്റമാണ് അവിടെ നമ്മൾ ലേൺ ചെയ്യുന്നത്. അവിടെ നമ്മളൊരു ഭാഷ, കമ്പയർ ഇറ്റ് ടു ദാറ്റ് ഓഫ് ലാംഗ്വേജ്, സ്പീക്കിംഗ് എ ലാംഗ്വേജ്. You are learning the alphabets, you know how to make words, you know the meaning of the words, you know how to make sentences. അങ്ങനെ ആ ഒരു ഹാബിറ്റ്സ് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ അതിനെ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ബട്ട് വെൻ വി ലേൺ ഹൗ എ കാർ വർക്ക്സ്, വി ഓപ്പൺ അപ്പ് ഇറ്റ്സ് മെക്കാനിസം, study it and investigate the relationship of its parts to one another. ഒരു വെഹിക്കിളിൻ്റെ മെക്കാനിസത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ യു ആർ ഗോയിങ് ടു ഡിസെക്റ്റ് ഇറ്റ് അല്ലേ. നമ്മളതിനെ ഓപ്പൺ അപ്പ് ചെയ്ത് അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നൊക്കെ നോക്കിയിട്ടാണ് യു ആർ ഗോയിങ് ടു അനലൈസ് ഹൗ ദ സിസ്റ്റം ഈസ് വർക്കിംഗ്. സോ വൺസ് യു ആർ ലേണിംഗ് ലിംഗ്വിസ്റ്റിക്സ്, യു ആർ ലേണിംഗ് അബൌട്ട് ദ സിസ്റ്റം ആൻഡ് ദ മെക്കാനിസം ദാറ്റ് ഈസ് വർക്കിംഗ് ബിഹൈൻഡ് ദ ലാംഗ്വേജ്. ഭാഷയ്ക്കുള്ളിൽ വർക്ക് ചെയ്യുന്ന മെക്കാനിസത്തെക്കുറിച്ചാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക്സിൽ പഠിക്കുന്നത്. So I have told you in the beginning itself, linguistics is a science. അല്ലേ, ലിംഗ്വിസ്റ്റിക്സ് ഒരു സയൻസ് ആണ്. ഹൗ ഇറ്റ് ഈസ് ബിക്കമിങ് എ സയൻസ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. സോ യു നോ ദാറ്റ് സയൻസ്, ഇറ്റ് ഈസ് എനി നോളജ് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ക്ലിയർ, സിസ്റ്റമാറ്റിക് ആൻഡ് റാഷണൽ അണ്ടർസ്റ്റാൻഡിങ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നോളജ് സിസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രോസസ്സ് നടത്തുന്നതിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. സോ ഇൻ സയൻസ്, ഹൗ ഡസ് ദ സ്റ്റഡി പ്രൊസീഡ്സ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ബൈ ദി എക്സാമിനേഷൻ ഓഫ് ദ പബ്ലിക്ലി വെരിഫയബിൾ ഡേറ്റ obtained through observation of phenomena and experimentation. That is, it is empirical and objective. സയൻസിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? വെരിഫയബിൾ ആയിട്ടുള്ള ഡേറ്റയെ നമ്മൾ എക്സാമിൻ ചെയ്യാണ്. നമ്മൾക്ക് പഠനം നടത്താൻ ആവശ്യമായിട്ടുള്ള വെരിഫയബിൾ ഡേറ്റ വെച്ചിട്ടാണ് വി ആർ കണ്ടക്ടിങ് ദി ഒബ്സർവേഷൻ. നമ്മൾ അവിടെ ഒരുപാട് എക്സ്പെരിമെൻറ്റേഷൻസ് നടത്തും അല്ലേ. യു ആർ ഒബ്സർവിങ് തിങ്സ് ആൻഡ് യു ആർ ഡൂയിങ് സർട്ടൻ എക്സ്പെരിമെൻറ്റേഷൻ സോ ദാറ്റ് ഇറ്റ് ഈസ് വെരി ക്ലിയർ കട്ട്. അത് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ ത്രൂ യുവർ സെൻസസ് യു ആർ ഏബിൾ ടു ഐഡൻറ്റിഫൈ തിങ്സ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എംപിറിക്കൽ ആൻഡ് ഒബ്ജക്റ്റീവ്. What do you mean by the word empirical? Empirical means it is based on the observation. Observation rather than theory. You are observing. നിങ്ങൾക്ക് അതിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ കൃത്യമായിട്ട് അതിൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. You are able to prove what you have, whatever hypothesis that you have had. അതിനെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. So you have the data in your hand. So you are doing things in linguistics which is very empirical. Just like that of a science, linguistics is also empirical. That is, it is based on the observations. നമ്മൾ നടത്തുന്ന ഒബ്സർവേഷൻസ് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം, അല്ലാതെ സ്പെക്യുലേഷൻസിന് ലിംഗ്വിസ്റ്റിക്സിൽ എന്തില്ല, സ്ഥാനമില്ല.
and it is objective also. Subjectivity illade you are able to understand things in a very objective fashion in linguistics. Verifiable ആയിട്ടുള്ള ഡേറ്റയെ വെച്ചിട്ട് ഒബ്ജക്റ്റീവ്ലി നമ്മൾ നടത്തുന്ന ഒരു അനാലിസിസ് ആണ് ആക്ച്വലി ലിംഗ്വിസ്റ്റിക്സ്. And it provides explanation after adequate observation of data, which should be consistent and economical. So once you have got the data, നിങ്ങൾ അതിലൊരു ഒബ്സർവേഷൻ നടത്തി, നിങ്ങൾ അതിനെ വെരിഫൈ ചെയ്തു, ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്, റൈറ്റ്? അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം നാളെ മാറ്റി പറയുക എന്നുള്ളതല്ല. ഇറ്റ് ഹാസ് ടു ബി കൺസിസ്റ്റൻറ്റ് ബിക്കോസ് യു ഹാവ് ഡൺ ദി എക്സ്പെരിമെൻറ്റ്, you have done the observation. So the data that you are giving after the processing has to be എന്താണ് consistent ആവണം, and also it should be economical. Economical എന്ന് പറഞ്ഞാൽ എന്താണ്, it has to be precise, വളരെ to the point, up to the point ആയിരിക്കണം. റിഡൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുത്താതെ വളരെ എക്കണോമിക്കലി തന്നെ നിങ്ങളത് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട്, യു നോ ദാറ്റ് ഇൻ സയൻസ് യു ഡോണ്ട് write an elaborate essay on something that you are asked to write, but in English you are not doing like that. So science you are sticking on to the point. So it has to be consistent, and also it has to be economical, which is what is meant by economical is that it has to be, the result has to be explained in a very precise manner. So what linguistics does is the same. Linguistics studies language, a phenomena which is both objective and variable. അല്ലേ, നമുക്ക് വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു സംഗതിയാണ്. ഫിലോസോഫിക്കൽ ഒന്നും അല്ല ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ. ഇറ്റ് ഈസ് വെരി ഒബ്ജക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് എ വേരിയബിൾ ഓൾസോ. സോ യു ആർ സ്റ്റഡിങ് ലാംഗ്വേജ്. The object of study itself in linguistics is just like that of the data of science, and then it is objective and also it is a variable kind of a thing. And language has a concrete shape and occurrence. അതിൽ തർക്കമൊന്നുമില്ല. It has definite structure. You know how it is being used and you are able to understand it. Linguist studies the components of language. Example, observing the occurrence of speech sounds or the ways in which speech sounds begin or end. അല്ലേ, ലിംഗ്വിസ്റ്റിന് ഭാഷയുടെ പല കോമ്പണൻസിനെ കുറിച്ചുള്ള അനാലിസിസ് പോസിബിൾ ആണ്. ബിക്കോസ് യു ക്യാൻ ഹിയർ ഇറ്റ് വൺസ് ഇറ്റ് ഈസ് ബീങ് സ്പോക്കൺ, യു ക്യാൻ റീഡ് ഇറ്റ് വൺസ് ഇറ്റ് ഈസ് ബീങ് റിട്ടൺ. സോ യു ആർ ഒബ്സർവിങ് ദി ഒക്കറൻസ് ഓഫ് സ്പീച്ച് സൗണ്ട്സ്. സ്പീച്ച് സൗണ്ട്സിൻ്റെ ഒക്കറൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. സ്പീച്ച് സൗണ്ട്സ് എങ്ങനെയാണ് ബിഗിൻ ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്. യു നോ ഓൾ ദീസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ദറ്റ് യു ഹാവ് സ്റ്റഡീഡ് ഇൻ ഫെനറ്റിക്സ് ഓഫ് കോഴ്സ്. സോ യു ഹാവ് എ വെരി variable data in your hand so that you can study all those components. And it is objective because it is observable with the senses. You are able to see once it is written, you are able to hear once it is being spoken. അല്ലേ, സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സെൻസ് ഉപയോഗിച്ച് കേൾക്കാനും അതേപോലെ എഴുതി കഴിഞ്ഞാൽ അതിനെ കാണാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് എ data that you are going to have as the study of linguistics, that is language. So linguistics, what it does is it observes the features of language. ഭാഷയുടെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്. and it is classifying these features. But you have to once again understand that linguistics നമുക്കൊരു സയൻസ് എന്ന് പറയുന്ന സമയത്ത് it is also a social science. എന്തുകൊണ്ടാണ് ലിംഗ്വിസ്റ്റിക്സിൽ അതിനൊരു സോഷ്യൽ സയൻസിൻ്റെ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് പോലും നമുക്കുണ്ട്? വൈ വി കോൾ ഇറ്റ് എ സോഷ്യൽ സയൻസ്? ബിക്കോസ് ലാംഗ്വേജ് ഇസ് എ ഫോം ഓഫ് സോഷ്യൽ ബിഹേവിയർ ആൻഡ് ഇറ്റ് എക്സിസ്റ്റ് ഇൻ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ് ഇൻ സൊസൈറ്റി. അല്ലേ, ലാംഗ്വേജ് സോഷ്യൽ ബിഹേവിയറിന് ഹ്യൂമൻ ബീങ്സിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. We do live as a society just because of the existence of language. We are able to communicate with people just because we have a language. So it exists in between the people, in the interaction of the people. So we know that you have to understand that linguistics ഒരു സോഷ്യൽ സയൻസ് കൂടെയാണ്. കാരണം സൊസൈറ്റിയുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സയൻസ് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് ഓൾ ദ ഫീച്ചേഴ്സ് that are required for a scientific analysis, and also it is a social science since language is very much a part and parcel of the society as a whole.
So now we will look into the scope of linguistics. So you have descriptive linguistics and comparative and also historical linguistics. Descriptive linguistics is concerned with the description and analysis of the ways in which a language operates and it is used by a given set of speakers at a given time. Modern linguistics is descriptive in nature. Descriptive, as the name itself suggests, ആ പേരിലുള്ള പോലെ തന്നെ ഇറ്റ് ഈസ് ഡിസ്ക്രൈബിങ് അബൌട്ട് ഹൗ ദ ലാംഗ്വേജ് ഡു ആക്ച്വലി എക്സിസ്റ്റ്. ഒരു സൊസൈറ്റിയിൽ ഭാഷ എങ്ങനെയാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് ആൻഡ് ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ അവിടെ നടത്തുന്നത്. ഒരു സെറ്റ് ഓഫ് പീപ്പിൾ, ഇപ്പോൾ മലയാളം ഇന്ന ആളുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇന്ന രാജ്യത്ത് ജനങ്ങൾ ഉപയോഗിക്കുന്നു, ഏത് ഭാഷയായിരുന്നാലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണത്. ഹൗ ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ് അറ്റ് എ ഗിവൻ പീരിയഡ് ഓഫ് ടൈം. ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെയാണ് ഭാഷയെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള അനാലിസിസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സിൽ നമ്മൾ ചെയ്യുന്നത്. ആൻഡ് യു ഹാവ് ടു റിമെമ്പർ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് ഇസ് ഓൾവേസ് ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ. പക്ഷേ ഇത് ഒരു ഓൾഡർ ടൈംസിൽ പ്രിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സുമായിട്ട് എന്താണ്, പ്രിസ്ക്രിപ്റ്റീവ് നേച്ചർ ഓഫ് ലാംഗ്വേജ് സ്റ്റഡിയിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. മുമ്പൊക്കെ എങ്ങനെയായിരുന്നു, പീപ്പിൾ ഏർലിയർ നമുക്ക് ഗ്രാമർ ഒക്കെ എടുത്ത് ട്രഡീഷണൽ ഗ്രാമർ ആൻഡ് മോഡേൺ ഗ്രാമർ യു ഹാവ് ടു സ്റ്റഡി. So once you look into traditional grammar, there were a number of rules that were being prescribed to us. ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് ഒരു പ്രിസ്ക്രിപ്ഷൻ നമുക്ക് തരിക എന്നുള്ളതിനേക്കാൾ ഉപരി ഇറ്റ് ഈസ് ഡിസ്ക്രൈബിങ് ഹൗ ലാംഗ്വേജ് വർക്ക്സ് റാദർ ദാൻ ഹൗ ഇറ്റ് ഷുഡ് ബി. എങ്ങനെയാണ് ഇന്ന് ഭാഷ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൗ ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ്, അല്ലാതെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തരുന്നതിനേക്കാൾ ഉപരി ഹൗ it is being used at this point of time എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് ആൻഡ് ഡിസ്ക്രിപ്ഷനാണ് ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സിൽ നടക്കുന്നത്. Descriptive linguistics describes language systematically at all levels, that is phonology, grammar and semantics. Different levels-ൽ വളരെ ബേസിക് ആയിട്ടുള്ള ലെവൽ മുതൽ, അതായത് ഫെനീം, ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ്, യു നോ ദാറ്റ് അല്ലേ, ബേസിക് യൂണിറ്റാണ്. ആ ഫെനീംസ് മുതൽ അതിൻ്റെ ഗ്രാമറിലൂടെ മാത്രമേ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് സെമാൻറ്റിക്സ് വിച്ച് ഇസ് ഓഫ് കോഴ്സ് ദറ്റ് ബ്രാഞ്ച് ദറ്റ് ഡീൽസ് വിത്ത് ദ മീനിങ്. അപ്പം അതിൻ്റെ ഈ ലെവൽസിലൊക്കെ ഉള്ള ഒരു സിസ്റ്റമാറ്റിക് അനാലിസിസ് ആൻഡ് ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സിൽ കാണുന്നത്. So modern descriptive linguistics is based on a structural approach to language. You know what is structuralism? That gives importance to the structure of anything. അത് ഒരു സ്ട്രക്ചറൽ അപ്രോച്ചോടു കൂടെയാണ് മോഡേൺ ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സ് മുന്നോട്ട് പോകുന്നത്. ഡു യു നോ ഹൂ ഗേവ് us the idea of structuralism? It was Ferdinand de Saussure who gave the idea of structuralism, and we are going to study in detail about the influence of structuralism in linguistics. So we have two different kinds of approaches to the study of linguistics. You can either learn a language synchronically, sorry, not a language, you can either learn about a language or in linguistics either synchronically or diachronically. Synchronic study means it is the description of a stage of a language at a given time. സോ ഇന്ന് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഭാഷ എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ള അനാലിസിസിനെയാണ് നമ്മൾ സിൻക്രോണിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, ഡയക്രോണിക് സ്റ്റഡി, വിച്ച് ഇസ് അതർവൈസ് നോൺ ആസ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ഓർ അനാലിസിസ്, there you are describing the changes that take place in language during the passage of time. കാലാകാലങ്ങളായി ഭാഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്, വ്യതിയാനങ്ങളെക്കുറിച്ച് ഹിസ്റ്റോറിക്കലി നടത്തുന്ന പഠനത്തെയാണ് നമ്മൾ ഡയക്രോണിക് സ്റ്റഡി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ സിൻക്രോണിക് സ്റ്റഡിയിൽ യു ആർ ഡിസ്ക്രൈബിങ് how a language exists at a given period of time, how the people use it at a given period of time, what all features of that language is exhibited during that particular time. പക്ഷെ ഡയക്രോണിക്കലി യു ആർ സ്റ്റഡിയിങ് ദ ലാംഗ്വേജ് ഹിസ്റ്റോറിക്കലി. ഒരു കാലഘട്ടം മുതൽ മറ്റൊരു കാലഘട്ടം വരെ ഭാഷ എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത്, എന്തെല്ലാം ചേഞ്ചസ് അതിലുണ്ടായിട്ടുണ്ട് എന്നുള്ള അനാലിസിസ് ഒക്കെ നടത്തുന്നതിനെയാണ് ഡയക്രോണിക് സ്റ്റഡി എന്ന് നമ്മൾ പറയുന്നത്. Then you have the comparative linguistics. It is concerned with
comparing two or more languages. From that name itself, you have to remember in linguistics, just remember, just focus upon the words, the terms that you get. കമ്പാരിറ്റീവ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ വരണം ദർ ഈസ് ഹാപ്പനിങ് സം സോർട്ട് ഓഫ് എ കമ്പാരിസൺ. അപ്പം നമ്മൾ രണ്ടോ അതിൽ ഒന്നിൽ കൂടുതൽ ഭാഷകൾ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് കമ്പാരിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. So when the history of different languages is compared with a view to discovering the historical relation between them, it is known as comparative historical linguistics. അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഒരു അനാലിസിസ് നടത്തുകയാണെന്ന് വിചാരിക്കാം. സോ ടേക്ക് ഫോർ എക്സാമ്പിൾ ടു ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, മലയാളം ഓർ തമിഴ് ഓർ ഹിന്ദി, എനി ലാംഗ്വേജസ് ഫോർ ദാറ്റ് മാറ്റർ. നിങ്ങൾ അതിൻ്റെ രണ്ട് ഭാഷയെക്കുറിച്ചും കമ്പയർ ചെയ്ത് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ലാംഗ്വേജസ് തമ്മിൽ എപ്പോഴും ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവാറുണ്ട്. സോ ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു സ്റ്റഡി അബൌട്ട് ലാംഗ്വേജ് ഇൻ സച്ച് എ മാനർ. ആൻഡ് ഓൾസോ ഹിസ്റ്റോറിക്കലി നമ്മൾക്ക് അതിൽ രണ്ട് ഭാഷയിലും വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് അനലൈസ് ചെയ്യാം. സോ ദാറ്റ് ബിക്കംസ് എ കമ്പാരിറ്റീവ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി. ഇങ്ങനെ നോക്കുന്ന സമയത്താണ് യു കം ടു എ പോയിന്റ് ഓഫ് ക്രിയേറ്റിംഗ് എ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്. Actually, this is a parent language from which we believe languages such as Latin, Greek, Sanskrit and German developed. ലോകത്തുള്ള പല ഭാഷകളിലും മിക്ക ഭാഷകളും ഡെവലപ്പ് ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഐഡിയ ആണ് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതൊരു പാരന്റ് ലാംഗ്വേജ് ആയിട്ടാണ് ലിംഗ്വിസ്റ്റ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. വേർ ഇറ്റ് ഈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്, ബട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ഹിസ്റ്റോറിക്കൽ അനാലിസിസിലൂടെ നമ്മൾ എത്തിയിട്ടുള്ളൊരു ഹൈപ്പത്തറ്റിക്കൽ ഒരു സംഗതിയാണ് ദാറ്റ് ദർ മൈറ്റ് ഹാവ് എക്സിസ്റ്റഡ് ഒരു പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്, ഒരു പാരന്റ് ലാംഗ്വേജ് എക്സിസ്റ്റ് ചെയ്തിരുന്നിരിക്കണം. അതിൽ നിന്നാണ് പല മേജർ ഭാഷകളും ലൈക്ക് ലാറ്റിൻ, ഗ്രീക്ക്, സാൻസ്ക്രിറ്റ് ആൻഡ് ജർമ്മൻ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ഐഡിയ ഇസ് ദർ. So you could see here a diagram of the Proto-Indo-European family of languages, where you can see the different branches from where different languages in the world have originated. ഈ ഒരു ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കലി നമ്മൾ ലാംഗ്വേജിനെ പഠിച്ചു പോയ സമയത്ത് പല ഭാഷകളും ഒരു പേരൻറ്റ് ലാംഗ്വേജിൽ നിന്നാണ് വന്നത് എന്നുള്ള ഐഡിയ, and the connection between these languages that had made us end up in this idea that they might have existed a Proto-Indo-European language. So ആ പ്രോട്ടോ ലാംഗ്വേജ് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ് നൗ. അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹ്യൂജ് ടാസ്ക്, ബട്ട് ദ ലിംഗ്വിസ്റ്റ് ഹാഡ് tried to reconstruct it by historical linguists on the basis of written records, coins, inscriptions. ഹിസ്റ്റോറിക്കൽ സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ അനാലിസിസിലൂടെയൊക്കെയാണ് നമ്മളൊരു പ്രോട്ടോ ലാംഗ്വേജിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ആൻഡ് കമ്പാരിറ്റീവ് ലിംഗ്വിസ്റ്റ്സ്, there is a slight mistake in the comparative that I've written over there. ടൈപ്പ് ചെയ്തതിൽ വന്ന എററാണ്. It is T, not R. Remember, historical and comparative linguists make list of words from different languages and compare the sound similarities and the occurrence of sounds in particular position in these words. So നമ്മൾ ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റ് ചെയ്യുന്നത്, കമ്പാരിറ്റീവ് ലിംഗ്വിസ്റ്റും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിമിലർ ആയിട്ടുള്ള സൗണ്ട്സ് ഉള്ള വേർഡ്സ് എടുത്തിട്ട് ദേ ഡു ബിൽഡ് ഒരു സൗണ്ട് കറസ്പോണ്ടൻസ് അനലൈസ് ചെയ്യും. അങ്ങനെ അവർ കോഗ്നേറ്റ് എന്ന് പറയുന്നൊരു സംഗതി ബിൽഡ് ചെയ്തെടുക്കുകയാണ്. കോഗ്നേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേർഡ് വിച്ച് ഇസ് റിലേറ്റഡ് ജെനറ്റിക്കലി ടു അതർ വേർഡ്സ് വിച്ച് ടുഗെദർ ഫോം എ സെറ്റ് ഓഫ് കോഗ്നേറ്റ്സ് ഡിസെൻറ്റഡ് ഫ്രം എ പ്രോട്ടോ ലാംഗ്വേജ്. ഇങ്ങനെ ലാംഗ്വേജിൽ വരുന്ന പല ഭാഷകളിലുള്ള ചില വാക്കുകളിൽ വരുന്ന സിമിലാരിറ്റീസ് വെച്ചിട്ടാണ് വി ഹാവ് റീച്ച്ഡ് ദി ഐഡിയ ഓഫ് എ പ്രോട്ടോ ലാംഗ്വേജ്. സി ഫോർ എക്സാമ്പിൾ ഫ്രേറ്റ, മേ ബി ഇറ്റ്, I don't know how it is exactly being pronounced in Latin. Brata in English and Bratha in Sanskrit. ഈ വാക്കുകൾ മൂന്നും തമ്മിൽ ചെറിയ ബന്ധം കാണാനായിട്ടുണ്ട്. See, there is some sort of a relation that you could see with these in these words. So you can see that there might be some sort of connection with these different languages, Latin, ഇംഗ്ലീഷ്, സാൻസ്ക്രിറ്റ്. പല ബ്രാഞ്ചസിലായിട്ട് നിന്നാലും
this might have come from the parent language. So ഈ ഒരു അനാലിസിസ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് കമ്പാരിറ്റീവ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സിലൂടെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. Then you have the contrastive linguistics. So, descriptive linguistics takes account of language change when it studies two or more varieties of a language that exist at a particular time. When two or more descriptions of a language are contrasted, it is known as contrastive linguistics. That is, നിങ്ങൾ അതിലുള്ള ഡിഫറൻസസിനെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, so once you are trying to understand the contrasting features of different languages, അതിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. This is not based on the historical idea. You are not looking into how this language might have evolved. ആ ഇവല്യൂഷൻ പ്രോസസ്സിലുള്ള ചേഞ്ചിനെ കുറിച്ച് അതല്ല, അവിടെ കമ്പാരിറ്റീവ് പ്രോസസ്സ് അല്ല നടക്കുന്നത്, ഹിസ്റ്റോറിക്കൽ പ്രോസസ്സ് അല്ല നടക്കുന്നത്. How it exists at this point of time. I have told you earlier about the synchronic and the diachronic, right? സോ സിങ്ക്രോണിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ലാംഗ്വേജ് എങ്ങനെയാണ് ഒരു ഗിവൺ പീരിയഡ് ഓഫ് ടൈമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള പഠനമാണ്. സോ സിങ്ക്രോണിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ലാംഗ്വേജ് ആണ് കോൺട്രാസ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സിൽ നടക്കുന്നത്, അവിടെ ഹിസ്റ്റോറിക്കൽ അല്ല. അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഹൗ ടു ഡിഫറെൻറ്റ് ലാംഗ്വേജസ് എക്സിസ്റ്റഡ് ആൻഡ് ഹൗ ദിസ് there are certain differences between these languages. This is what is being analyzed in the contrastive linguistics, how they are related, how there are contrasts in these two different languages. All these things are analyzed in the contrastive linguistics. So to wind up, you have to know that modern linguistics is mainly descriptive. It is synchronic study of language, that is, it studies language at a given period of time, and it describes the systems in a language at all levels of structure. അതിൻ്റെ എല്ലാ ബേസിക് മുതൽ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലെവൽ വരെ ഹൗ ലാംഗ്വേജ് എക്സിസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, ഇറ്റ്സ് പ്രിൻസിപ്പിൾസ്, അതിനെക്കുറിച്ചുള്ളൊരു അനാലിസിസ് ആണ് ആക്ച്വലി മോഡേൺ ലിംഗ്വിസ്റ്റിക്സിൽ നടക്കുന്നത്. So you have to remember that linguistics is the scientific study of language, and you have to understand how or what is the difference between a polyglot and a linguist, and remember the scope of linguistics, remember the synchronic study, the diachronic or the historical study of language, and the descriptive, comparative, and the contrastive linguistics. Hope you were able to understand. Thank you.